കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചേരമാൻ പെരുമാളും മാർത്താണ്ഡവർമ്മയും സാമൂതിരിയും ഒക്കെയാണ് അല്ലെ. എന്നാൽ ഈ രാജവംശങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ മണ്ണിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന മറ്റൊരു വിഭാഗമുണ്ടെന്ന് എത്ര പേർക്കറിയാം? സഹസ്രാബ്ദങ്ങളോളം ഈ മണ്ണിന്റെ ഉടയവരായിരുന്നവർ. തിരുവനന്തപുരത്തെ ആക്കുളം കായലിന് മുകളിൽ തലയുയർത്തി നിന്നിരുന്ന പുലയനാർ കോട്ട ഒരു വെറും സങ്കല്പമല്ല, അത് മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സമാന്തര ഭരണകൂടത്തിന്റെ ആസ്ഥാനമായിരുന്നു. പുലയ രാജാക്കന്മാർ കേവലം ഐതിഹ്യങ്ങളല്ല, മറിച്ച് തമസ്കരിക്കപ്പെട്ട ചരിത്ര സത്യങ്ങളാണ്. സ്വന്തം ജനതയെ സംരക്ഷിച്ചും അതേസമയം തന്നെ ചില ഘട്ടങ്ങളിൽ അധികാരമോഹത്തിന് വേണ്ടി വഞ്ചിച്ചും കടന്നുപോയ ഒരു ജനതയുടെ കഥയാണിത്. എന്തുകൊണ്ടാണ് പുലയനാർ കോട്ടയുടെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ ഇല്ലാത്തത്? ആരായിരുന്നു ഈ വള്ളോന്മാർ? എങ്ങനെയാണ് ഈ വലിയ ഗോത്ര ഭരണകൂടം തകർന്നടിഞ്ഞത്? അടിമക്കച്ചവടത്തിൽ ഇവർക്ക് പങ്കുണ്ടായിരുന്നോ? ഇന്ത്യയുടെ വിഭിന്ന ഭാഗങ്ങളിലുള്ള ഗോത്രവംശങ്ങളുമായി ഇവർക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇന്ന് നമ്മൾ ഒരു ചരിത്രപരമായ ഉത്ഖനനത്തിലാണ്. മറവിയിലേക്ക് തള്ളപ്പെട്ട കേരളത്തിലെ പുലയ രാജവംശങ്ങളുടെ സത്യം തേടിയുള്ള യാത്ര. നമ്മൾ ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥ കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതിനൊക്കെ മുമ്പ് കേരളം ഗോത്രങ്ങളുടെ നാടായിരുന്നു. അതിൽ ഏറ്റവും ശക്തമായ ഒരു വിഭാഗമായിരുന്നു പുലയന്മാർ. പുലയർ എന്ന വാക്കിന് പല അർത്ഥങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിലും പുലം എന്ന വാക്കിന് തമിഴിലും പഴയ മലയാളത്തിലും വയൽ അഥവാ കൃഷിഭൂമി എന്നാണ് അർത്ഥം. അതായത് വയലിന്റെ അധിപന്മാർ. ചരിത്രകാരനായ TH ചെന്താനശ്ശേരി തന്റെ കേരള ചരിത്രത്തിലെ അവഗണിക്കപ്പെട്ട ഏടുകൾ എന്ന പുസ്തകത്തിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. പുലയർക്കിടയിൽ 64 ഇല്ലങ്ങൾ അഥവാ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ആധുനിക ജനാധിപത്യം വരുന്നതിനും എത്രയോ മുമ്പ് നിലനിന്നിരുന്ന ഒരു ട്രൈബൽ ഫെഡറേഷൻ ആയിരുന്നു. 64 ഇല്ലങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഓരോ ഇല്ലത്തിനും ഓരോ ഗോത്ര തലവന്മാരാണ് ഉണ്ടാവുക. പിന്നെ ആഭ്യന്തര അയിത്തം, ഇതൊരു വിചിത്രമായ കാര്യമാണ്. പുറത്തുള്ളവർ ഇവർക്ക് അയിത്തം കൽപ്പിക്കുന്നതിന് മുമ്പേ ഈ ഉപഗോത്രങ്ങൾക്കിടയിൽ പരസ്പരം കടുത്ത വിവേചനം ഉണ്ടായിരുന്നു. ഓരോ ഗോത്രവും തങ്ങൾ ഉയർന്നവരാണെന്ന് അവകാശപ്പെട്ടവരാണ്. ഇനി ഇവരുടെ വിവാഹ ബന്ധങ്ങൾ നോക്കാം. ഒരു ഗോത്രത്തിലുള്ളവർ മറ്റൊരു ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കില്ല. ഭക്ഷണ കാര്യത്തിൽ പോലും കർശനമായ വേർതിരിവുണ്ടായിരുന്നു. ഈ സങ്കീർണമായ സാമൂഹിക വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് ആരാണ്? അവിടെയാണ് വള്ളോൻ എന്ന പദവി വരുന്നത്. ആരാണ് ഈ വള്ളോൻ എന്ന് പറയാം. ഇന്നും നെടുമങ്ങാട് ഭാഗങ്ങളിലും പത്തനംതിട്ടയിലും ചെന്നാൽ വള്ളോൻ കുടുംബങ്ങളെ കാണാൻ പറ്റും. 1700-കൾ വരെ ഇവർ വെറും സമുദായ നേതാക്കളല്ലായിരുന്നു, രാജാവിനും ജനതയ്ക്കും ഇടയിലുള്ള കണ്ണിയായിരുന്നു. സ്വന്തം സമുദായത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ വള്ളോൻ അധികാരം ഉണ്ടായിരുന്നു. ഇതിനെ തറക്കൂട്ടങ്ങൾ എന്ന് വിളിക്കാം. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വള്ളോൻ ശിക്ഷയും വിധിച്ചിരുന്നു. ക്ഷേത്ര അധികാരവും ഉണ്ടായിരുന്നു. അതായത് പിൽക്കാലത്തെ കയ്യത്തം വന്നപ്പോഴും വള്ളോമാർക്ക് ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഇന്നും വള്ളോന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. വള്ളോന്മാരുടെ ആസ്ഥാനങ്ങളെയാണ് പിൽക്കാലത്ത് നമ്മൾ പുലയ രാജവംശങ്ങൾ എന്ന് വിളിച്ചത്. തിരുവനന്തപുരത്തെ ആക്കുളം പുലയനാർ കോട്ട ഇതിന്റെ ഒരു കേന്ദ്രമായിരുന്നു. ഇത് ഒരു പടുകൂറ്റൻ സൈനിക താവളമായിരുന്നില്ല, മറിച്ച് ഭരണപരമായ ഒരു സുരക്ഷിത കേന്ദ്രമായിരുന്നു. വള്ളുവർ കോട്ട എന്നാണ് ഇതിനെ പഴയ രേഖകളിൽ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലെ ഈ ഗോത്ര ഭരണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് സമാനമായ ഒരുപാട് ചിത്രങ്ങൾ കാണാം. മധ്യപ്രദേശിലും ഒഡീഷയിലും ഗോണ്ട് വിഭാഗം വലിയ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്നു. റാണി ദുർഗാവതിയെ പോലെയുള്ള ഭരണാധികാരികൾ അക്ബറുടെ സൈന്യത്തോട് വരെ പോരാടിയ ചരിത്രമുണ്ട്. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ നമുക്കറിയാം. അവർക്കും സ്വന്തമായ ഗോത്ര ഭരണകൂടം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എമ്പാടും നിലനിന്നിരുന്ന ഈ ഗോത്ര ഭരണങ്ങളുടെ പൊതുവായ ശത്രുക്കൾ 2 പേരാണ്. ഒന്ന് ഭൂവുടമ സമ്പ്രദായം. പുറത്തു നിന്നുള്ള ജാതി വ്യവസ്ഥിതി അവരുടെ ഭൂമി തട്ടിയെടുക്കാനായി ശ്രമിച്ചു. പിന്നെ ബ്രിട്ടീഷ് വിദേശ ശക്തികൾ. കാടുകളെയും കൃഷിഭൂമികളെയും വരുമാന മാർഗമായി മാത്രം കണ്ട വിദേശികളാണ്. കേരളത്തിലെ പുലയ രാജാക്കന്മാരും ഈ വലിയ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഭീൽ രാജാക്കന്മാർ എങ്ങനെയാണോ തങ്ങളുടെ കോട്ടകൾ കാത്തത്, അതുപോലെ തെക്ക് വള്ളോമാരും തങ്ങളുടെ സാമ്രാജ്യം കാത്തവരാണ്. ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിലെ വിവാദങ്ങളിലേക്ക് കടക്കുന്നത്. ദളിത് ചരിത്രകാരനായ കുന്നുകുഴി S മണി തന്റെ പുലയർ നൂറ്റാണ്ടുകളിൽ എന്ന ഗ്രന്ഥത്തിൽ കോതറാണിയുടെ കഥ പറയുന്നുണ്ട്. ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന റാണി പുലയ രാജാവായ ഐരൻ കോതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇത് സവർണ വിഭാഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഗൂഢാലോചന നടത്തി പുലയ രാജവംശത്തെ തന്നെ നശിപ്പിച്ചു. നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് ചില വസ്തുതകളൊക്കെ പരിശോധിക്കണം. ആറ്റിങ്ങൽ ഭരിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു. അവിടെ പുരുഷന്മാർക്ക് ഭരണാധികാരം ഉണ്ടായിരുന്നില്ല. ഇത്തരമൊരു വിവാഹ ആലോചന നടന്നതായി സമകാലികമായ ഒരു ചരിത്രരേഖയിലും ലഭ്യമല്ല. അപ്പോൾ അത് വേറെ കാര്യം. പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം തങ്ങളുടെ ഭൂതകാലത്തെ മഹിമപ്പെടുത്താൻ ഇത്തരം മിത്തുകളൊക്കെ സൃഷ്ടിക്കാറുണ്ട്. ഇത് വംശീയമായ ആത്മവിശ്വാസം നൽകുമെങ്കിലും ഇതിനെ ചരിത്രമെന്ന് വിളിക്കാൻ കഴിയുകയുമില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇത്തരം കഥകളെ ആഘോഷിക്കുന്നത് യഥാർത്ഥ ചരിത്രകാരന്മാരെ വേദനിപ്പിക്കാറുണ്ട്.
എന്നാൽ ഈ കഥകൾക്ക് പിന്നിൽ ഒരു സത്യമുണ്ട്. അതായത് പുലയരും ആറ്റിങ്ങൽ രാജവംശവും തമ്മിൽ അധികാര തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. അത് ഒരു വസ്തുതയാണ്. ചരിത്രം എപ്പോഴും വെള്ളപൂശിയതാകില്ലല്ലോ. പുലയ ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന അധ്യായം വള്ളോന്മാരുടെ പങ്ക് തന്നെയാണ്. 1600 മുതൽ 800 വരെയുള്ള കാലഘട്ടം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും കേരള തീരങ്ങളിൽ നങ്കൂരമിട്ടു. അവർക്ക് വലിയ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പണിയെടുക്കാൻ ആളെ വേണം. ഈ വിദേശികൾക്ക് തങ്ങളുടെ സ്വന്തം വർഗ്ഗക്കാരെ പിടിച്ചു കൊടുക്കാൻ വള്ളോന്മാർ തയ്യാറായി. വള്ളോന്മാർക്ക് പണവും മദ്യവും വിദേശ വസ്ത്രങ്ങളും നൽകി യൂറോപ്പുകാർ വശത്താക്കി. പകരമായി വള്ളോന്മാർ സ്വന്തം ഗോത്രത്തിലെ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ കുറ്റവാളികളെയൊക്കെ അടിമകളാക്കി വിറ്റു. കൊച്ചിയിലെയും കൊല്ലത്തെയും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും പലപ്പോഴും ഈ ഇടപാടുകളുടെ കേന്ദ്രമായിരുന്നു എന്ന് ചരിത്രകാരനായ കെ ശരത്ചന്ദ്രൻ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ജാതി വ്യവസ്ഥയല്ല, മറിച്ച് അധികാരവും ചൂഷണമാണ് വില്ലനായത്. സ്വന്തം ജനതയുടെ കണ്ണീരിൽ നിന്നും അധികാരം കെട്ടിപ്പടുത്ത വള്ളോമാരുടെ ഈ മുഖം പലരും പറയാൻ മടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശക്തനായ ഗോത്രഭരണം അവസാനിച്ചത്? ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മ ചെറിയ നാട്ടുരാജ്യങ്ങളെയും ഗോത്രങ്ങളെയും കീഴടക്കി. വള്ളോന്മാരുടെ സ്വതന്ത്ര അധികാരം അദ്ദേഹം വെട്ടിക്കുറച്ചു. 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ നമ്പൂതിരി നായർ പ്രഭുത്വം ശക്തിപ്പെട്ടു. ഭൂമിയുടെ അവകാശം പുലയരിൽ നിന്നും ജന്മിമാരിലേക്ക് മാറി. 1815 ഒരു നിയമം, റാണി ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച ചട്ടവരി ഓലകൾ വലിയ മാറ്റമുണ്ടാക്കി. ഇതനുസരിച്ച് നീതി നടപ്പാക്കാനുള്ള അധികാരം സർക്കാരിനായി. വള്ളോമാരുടെ സമാന്തര കോടതികൾ നിരോധിക്കപ്പെട്ടു. അതോടെ വള്ളോമാർ വരും സാധാരണക്കാരായി. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. അവർക്ക് ഭൂമിയിന്മേലുള്ള അവകാശം ഇല്ലാതായി. 500 വർഷം മുമ്പ് രാജാക്കന്മാരായിരുന്നവർ പിൽക്കാലത്ത് പാടത്തെ പണിക്കാർ മാത്രമായി മാറ്റപ്പെട്ടു. ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പുലയനാർ കോട്ടയുടെ അവശിഷ്ടങ്ങൾ തേടിപ്പോയാൽ ഇന്ന് അവിടെ കാണുന്നത് അവഗണനയാണ്. ഈ ചരിത്രം നമ്മളോട് പറയുന്നത് ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ കുറിച്ചാണ്. അയ്യങ്കാളിയെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് വഴിമരുന്നിട്ടത് ഈ പൂർവ്വകാല ചരിത്രമാണ്. തങ്ങൾ ഒരിക്കൽ ഈ മണ്ണിന്റെ രാജാക്കന്മാരായിരുന്നു എന്ന ബോധം അവരിൽ ആത്മവിശ്വാസം നിറച്ചു. വില്ലുവണ്ടി സമരത്തിനും കല്ലുമാല സമരത്തിനും പിന്നിൽ ഈ നഷ്ടപ്പെട്ട സാമ്രാജ്യത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. പുലയ ചരിത്രം എന്നത് കേവലം ദാരിദ്ര്യത്തിന്റെയോ പീഡനത്തിന്റെയോ കഥയല്ല. അത് ആധിപത്യത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, സങ്കീർണമായ സാമൂഹിക ബന്ധങ്ങളുടെ കഥയാണ്. നന്മയും തിന്മയും കലർന്ന, അധികാരവും വഞ്ചനയും നിറഞ്ഞ മനുഷ്യ ചരിത്രത്തിന്റെ ഏട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മിക്ക ഗോത്ര വിഭാഗങ്ങളെയും പോലെ പുലയരും ചരിത്രത്തിന്റെ തിരക്കഥകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷെ ആക്കുളം കായലിലെ തിരകൾക്കും നെടുമങ്ങാട്ടെ മണ്ണിലെ വള്ളവും വീടുകൾക്കും പറയാൻ ഇനിയും ഒരുപാട് കഥകളുണ്ട്. ആ ചരിത്രം നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ കഴിയൂ. ഈ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ നാട്ടിലും ഇത്തരം വള്ളോന്മാരുടെയോ ഗോത്ര രാജാക്കന്മാരുടെയോ കഥകൾ പ്രചാരത്തിലുണ്ടോ? തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.